കാര്യ പ്രഹ്ലാദൻ സാറല്ലേ? സാറുണ്ട്, കാര്യം പറയൂ. ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ഞാൻ പ്ലാനിന്റെ കാര്യം സംസാരിക്കാനാണ്. വീടാണോ കടയാണോ? വീടാണ്. സാറില്ലേ, നിങ്ങൾ അച്ഛനെ വിളിക്കൂ. വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ടൗണിലാണോ? എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? പറയൂ. മോനെ, ഞാനൊരു സ്കൂളിലെ പ്യൂണാണ്. എനിക്ക് ഇവിടുന്ന് പോയിട്ട് ഒരുപാട് ജോലി തിരക്കുള്ളതാ. മോൻ പോയിട്ട് അച്ഛനെ ഒന്ന് വിളിക്ക്. വെറുതെ ആളെ കറക്കല്ലേ. ചെല്ലേ. നോക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാറ് ഞാൻ തന്നെയാണ്. പ്രഹ്ലാദൻ? അതെ. ഈ ടെൻഷൻ ഫ്രീ കൺസ്ട്രക്ഷന്റെ പ്രഹ്ലാദൻ സാർ? എന്നാ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്ന് ഫ്രീ ആയിക്കൂടെ സാറേ? എന്നാലല്ലേ വല്ലതും പറയാൻ പറ്റൂ. നമ്മള് ഇങ്ങനത്തെ ഒരു പ്ലാനാ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. ഓ, വാട്ട് എ വണ്ടർഫുൾ പ്ലാൻ. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇത്ര കൃത്യമായി ഇത്ര ഭംഗിയോട് കൂടി ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്ലാൻ വേണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ആർക്കെങ്കിലും പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ടോ? ഏയ്, ഇതിപ്പോ നമ്മുടെ ആവശ്യമാണല്ലോ. പേരെന്താ പറഞ്ഞേ? ബാലൻ. നിങ്ങളൊരു പ്യൂൺ അല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ടോ? ഡോക്ടർ ആവാനായിരുന്നു മോഹം. ഡോക്ടറുടെ ഉള്ളിലും ഒരു എഞ്ചിനീയർ ഉണ്ട്. പക്ഷെ രണ്ടിന് എൻട്രൻസ് ഉണ്ടല്ലോ, അതും പോയിട്ടില്ല. ഇതിലേ നമുക്ക് കുറച്ച് വേരിയേഷൻസ് വരുത്തേണ്ടി വരും. അത് ഞാൻ ശരിയാക്കി തരാം. ചെറിയ ചില ചേഞ്ചസ്. റൂഫ് മാറ്റി കോൺക്രീറ്റ് ആക്കി. വേണ്ട, ഓട് മതി. ഇതൊന്നും നിൽക്കില്ലാന്നേ. അതൊക്കെ ഞാൻ നിർത്തി തരാം. സുഹൃത്തെ, മച്ചടിച്ച മരത്തിന്റെ വീടാ ഉദ്ദേശിക്കുന്നത്. പഴയ ടൈപ്പ് നാട്ടിലേക്ക് പോലെ. ചേട്ടാ, ചെലവിന്റെ കാര്യത്തിൽ മരത്തിന്റെ പണിക്കൂലി വരില്ല വാർപ്പിന്. അതെയോ? പിന്നെ ഓട് നിർബന്ധമാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിന് മേലിൽ പതിക്കാലോ. വാർത്തിട്ട് പിന്നെ ഓട് പതിക്കേ. വാർക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ ഓട് മതിയെ പറയണത്. സാറ് പറയണ പോലെ ചെയ്താ മതി ബാലേട്ടാ. കാണാനും നല്ല ഭംഗിയുണ്ടാവും. കുന്താണ്. നമ്മുടെ ആ പേരാൽപ്പെട്ടരുടെ വീട് പണിതിട്ട് കൊല്ലത്രേ. അതിന് എന്നിട്ട് ഇപ്പഴല്ലേ അവര് ഓട് പതിച്ചത്. എന്തൊരു ഭംഗിയാന്നറിയോ കാണാൻ. അത് ഭംഗിക്കാവില്ല, ചോർന്നിട്ടാവും. മരത്തിന്റെ വീടാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പണിയണം. കോൺക്രീറ്റ് ആവുമ്പോ ആയുഷ്കാലം തിരിഞ്ഞു നോക്കണ്ടല്ലോ. നിങ്ങൾ 2 ബെഡ്റൂം അല്ലേ പറഞ്ഞേ? അതെ. പക്ഷെ ഈ പ്ലാൻ പ്രകാരം നമുക്കിതിൽ 4 കിട്ടും. 3 റൂം താഴെയും 1 മേളിലും. അല്ല, ഈ പ്ലാനൊക്കെ നമ്മൾ വരയ്ക്കുന്ന പോലെയാണല്ലോ. എന്ത് വേണമെങ്കിൽ വരയ്ക്കാലോ. പക്ഷെ ഇത് നിക്കില്ലാന്നേ. ബഡ്ജറ്റിൽ നിക്കണ്ടേ? അതൊക്കെ നിർത്താം. ശരിക്കും 4 ബെഡ്റൂം വേണേട്ടാ. നിന്റെ തലക്കെന്താ ഓളണ്ട സുമേ? കാര്യം അറിയാതെ. ലുക്ക്, ഈ വെന്റിലേഷൻ അത് ക്രോസ് വെന്റിലേഷൻ ആയിരിക്കണം. കിച്ചൺ ഇവിടെ വന്ന ബാത്റൂം ഇവിടെ പറ്റില്ല. കണ്ടോ? അപ്പൊ ഡോർ ഇതാ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ പ്ലേസ് നഷ്ടവും. ഇതിപ്പോ എന്തായാലും മൊത്തത്തിൽ നഷ്ടാവും. മുടക്ക് പറയില്ലേ ബാലേട്ടാ. പിന്നെയുള്ളത് ബാത്റൂം. അത് അറ്റാച്ച്ഡ് ആയിരിക്കണം. നാളെ വയസ്സാവുന്ന് പഴയ ചിന്തിക്കണ്ടേ? അപ്പൊ വേറൊന്നുള്ളിലും കോമൺ ഒന്ന് പുറത്തും 1 അപ്സ്റ്റെയറിലും. ഓ, അപ്പൊ വീട് മൊത്തം ബാത്റൂമാ? എങ്ങനെ? പ്ലാൻ ഇഷ്ടമായ? പ്ലാൻ തിരക്കിടൊന്നുമില്ല ബാലേട്ട. ഇത് മതി. ഈ പ്ലാൻ നല്ലതാണല്ലോ. നമുക്കിത് മതിനേ. ഇതൊന്നും ബഡ്ജറ്റിൽ നിക്കില്ല സുമേ. സി, ഞാൻ എല്ലാം ലോ കോസ്റ്റിലാണ് ചെയ്തു കൊടുക്കാറ്. ഇത് നമുക്ക് 10 രൂപയല്ലേ വരൂ. 10 എന്ന് പറഞ്ഞ 10 ലക്ഷോ? അതെ, 10 ലക്ഷം. എസ്റ്റിമേറ്റ് നോക്കൂ. അത് പിന്നെയും കൂടി. ഇത് 12 ലക്ഷത്തിന്റെ അല്ലേ? പക്ഷെ 10 പണി തീരും. എസ്റ്റിമേറ്റിൽ നമ്മൾ 12 കാണിച്ച് അത്രയും തുക നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. 10 പണി തീർത്തിട്ട് ബാക്കി 2 ലക്ഷം രൂപ ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് ലോൺ അടവ് തീരും. എങ്ങനെയുണ്ട് ഐഡിയ? ഇതൊന്നും ആർക്കും അറിയില്ല. അതെ, എന്നാ പിന്നെ നമുക്ക് 12 ലക്ഷം ലോൺ എടുക്കാം. എന്നിട്ട് 6 പണി തീർക്കുക. 6 ലക്ഷം ബാങ്കിലിട്ടാ അതിന്റെ പലിശ കിട്ടുമല്ലോ. ചേട്ടാ, മാക്സിമം പിടിച്ചേ നോക്കാം. കഴിഞ്ഞ തവണ ഇതുപോലെ 12 എടുത്തിട്ട് ഞാൻ 7.5 തീർത്തു കൊടുത്തേ. അതല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അതെ അല്ലേ സുമേ? ഓക്കെ കാണാം. ഇത് വേണ്ടേ? എത്ര ചെലവ് കുറച്ച് ചെയ്തു തരാന്ന് പറഞ്ഞാലും നമ്മൾ കൂടെ വേണം. അല്ലെങ്കിൽ സംഗതി പാളും. ഈ വീട് പണി കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ. അത് നമ്മൾ വിചാരിച്ചേൽക്ക് നടക്കൂല. അതിനൊക്കെ ഒരു സമയമുണ്ട്. എന്നാലോ കയ്യിൽ 5 പൈസ അല്ലെങ്കിലും അതങ്ങോട്ട് നടക്കുകയും ചെയ്യും. അച്ഛൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കൂലേ? ഞാൻ ഇവിടെ സ്ഥലം വാങ്ങിയതിന് അച്ഛനെ പിടിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ വീട് വെക്കാൻ പൈസ വെച്ച് എവിടുന്ന് കിട്ടാനാ? അതില് കാര്യൊന്നുമില്ല ബാല. കുട്ടികൾ ഇപ്പൊ എന്ത് കാണിച്ചാലും അച്ഛനമ്മമാർക്കുള്ളിൽ സ്നേഹം ഉണ്ടാവൂ. ഇജ്ജ് അങ്ങോട്ട് തുടങ്ങ്. ബാക്കിയൊക്കെ പടച്ചോന് വിട്. ഒക്കെ നടക്കൂടോ. ഈ ധൈര്യമായിട്ടായിരുന്നു. അതേ നിവൃത്തിയുള്ളൂ. 5 പെൺകുട്ടികളപ്പോ എല്ലാരും പറഞ്ഞു ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്. 5നും കെട്ടിച്ചയച്ച് 5 പൈസ കടവില്ല. അപ്പൊ അതേ ആൾക്കാർ തന്നെ പറഞ്ഞ് ഓൻ ആൺകുട്ടിയാണ്. 6ാമത്തോനാ ബഷീർ. അവസാനത്തെ ആൺകുട്ടിയാണ്. ചെയ്താലി രക്ഷപ്പെട്ടു എന്നൊക്കെ. എവിടെ
ഓനെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടപ്പോഴാണ് ഞാൻ ഉള്ള വീടും കൂടി പണയം വെച്ചോനെ ഗൾഫിൽ കഴിച്ചത്. ഇതാണ് അവസ്ഥ. ഓൻ അവിടെ തന്നെ പെണ്ണും കെട്ടി 2 കുട്ടികളായിട്ട് കഴിയുക. ഞാനും ആമിനും ഇവിടെ ഈ തുരുമ്പം വെച്ചിട്ടു. ഉണ്ടായിട്ട് കാര്യമില്ല, അനുഭവിക്കാൻ യോഗം വേണം. സമയം നല്ലാണെങ്കിൽ ഒക്കെ നടക്കും. അതാ പറഞ്ഞേ, നീ പോയിട്ട് അച്ഛനൊന്ന് കാണും, സംഗതി പറയും. എന്തായാലും മോളിൽ പോയി കാണുക. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കടയിൽ കൊന്നല്ലേട്ടെ. എന്നാ ശരി. ഓ ആ ബാല ബാല അടക്ക് അന്നെ ഒന്ന് കാണാൻ വേണ്ടി നിക്ക. എന്താണാവോ? നമ്മൾ എന്റെ അയൽവാസിയാണല്ലോ. അതെ. അതുകൊണ്ട് തന്നെ അന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാല് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം ഞമ്മക്കുണ്ട്. അതുകൊണ്ട് ചോദിച്ചോ. അന്നെ പറ്റി ശരിയല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ആഹാ, എന്താപ്പത്? അതായത് ഈ സ്കൂളിലെ പണി കഴിഞ്ഞാല് ബാക്കിയുള്ള സമയം വേറെന്തൊക്കെയോ പണിക്ക് പോയി കളയാന്നൊരു ന്യൂസ് നമ്മൾ കേട്ടു. ശരിയാ? അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമൊന്നും. അതിന് ഇത്ര അതിപ്പതിച്ചു പോയ ബാല, എന്തിനാണ്ട് പോത്ത് നയിക്കുന്ന പോലെ ഇങ്ങനെ നയിക്കണേ? അനക്ക് ആ നേരം കൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചൂടെ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ദുനിയാവിൽ ചിന്തിക്കാൻ? എന്ത് ചിന്തിക്കാൻ? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ? സുക്കൂറേ, ഈ ചിന്തിക്കണ പോലെ ഞാൻ ചിന്തിച്ചാലേ എന്റെ കുടുംബം പട്ടിണിയാവും. അതുപോലെ എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ പട്ടിണിയാവും. ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ചിന്തിച്ചാ പോരെ? മതിയല്ലോ. പിന്നെന്താണ്? അത് ശരിയാ. ഓയ്, ആ എന്തായി? നിങ്ങളെന്താ അവിടെ നിക്കണ്? വന്നീ വെള്ളത്തിലിട്ട് അരിയാട്ടി തന്നെ. അല്ല, അതിപ്പോ ഇന്നെ ആട്ടണോ? ആ ആട്ടണം. അപ്പൊ ബാല ഓൻ പോയോ? അല്ല, ഓൻ പറഞ്ഞതിലൊരു കാര്യം ഉണ്ടല്ലോ, അത് ചിന്തിക്കാനുള്ളൊരു വകയുള്ളതാ. ഇന്നത്തെ ചിന്ത അതാവട്ടെ, അരിപ്പ നാളെ ആട്ടാലോ. സൈതാലി. നായരോ? എന്താ പിന്നെ എന്താ ഇവിടെ വരി കേറിയിരിക്കേ? വേണ്ടടോ, കുറച്ച് തിരക്കുണ്ട്. കുറച്ച് ദിവസം ഞാൻ തന്നെ ഒന്ന് കാണുന്ന കരുതി ഇരിക്കായിരുന്നു. തന്റെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അയാളുടെ പേര്? നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തില്ലേ? ബാലൻ. ആ, ബാലനെ കണ്ടാലേ താനൊരു കാര്യം സൂചിപ്പിക്കണം. 5-6 മാസം കഴിയുമ്പോ കുട്ടികളൊക്കെ നാട്ടിലേക്ക് വരിക. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞു വരേണ്ട കാര്യം താനെന്ന് ഓർമ്മിപ്പിച്ചാൽ അവര് വന്നാൽ തങ്ങനെ സ്ഥലമാണത്. അല്ല, സമയണ്ട്, വരുമ്പോഴേക്ക് മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, എന്തായി തന്റെ മോന്റെ വിവരങ്ങളൊക്കെ? വിളിക്കാറുണ്ടോ? ഓ, ഇടക്ക് വല്ലപ്പോഴൊക്കെ. എന്നാ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല കേട്ടോ. ഓ, പാതിര വരെ ലൈറ്റ് ഇങ്ങനെ കത്തിച്ചോണ്ടിരുന്ന ബില്ല് കൂടൂട്ടോ ബാലേട്ടാ. അതെ, ഞാനൊരു കാര്യം ആലോചിക്കുക. അച്ഛൻ്റെ അടുത്ത് പോയിട്ടൊന്ന് വിവരം പറയണ്ടേ? പിന്നെ പറയണ്ടേ? കൂട്ടത്തില് വീട് പണിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നോടെ ചോദിക്കാല്ലേ? അത് വേണോ? ഈ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ സഹായം വേണ്ടത് ഇത്തരം സന്ദർഭത്തിലല്ലേന്നാ സൈതാലിക്ക പറയണു. അല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളോട് മാത്രം വീട് പണി തീരില്ലല്ലോ. തരാച്ച തരട്ടേനേ, ഇല്ലെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ടാവുച്ച ഇപ്പൊ തുടങ്ങണ്ടാന്നേ. അല്ല, വീട് കൂടാണ്ട കഴിയില്ലല്ലോ. ദിവസേന മെറ്റീരിയൽസിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നേരത്തെ ആയി അത്രയും നല്ലത്. എന്തായാലും ഞാൻ നാളെ പോയിട്ട് അച്ഛനെന്ന് കാണട്ടെ. നീ കുട്ടിയെടുക്ക്. വാടച്ചക്കര. ഈ എന്താടാ ഉറങ്ങാതെ അമ്മടെ വാലം പിടിച്ച് നടക്കണ്? ആ ക്ലാസ്സില്ലേ? ഹലോ. ആ രവി, നീ നാട്ടിലൊക്കെ ഉണ്ടോ? എന്താണ് മാഷേ? ഹലോ, നീ എന്നാ അമേരിക്കന്ന് വന്നത്? ഞാൻ വന്നിട്ട് കുറച്ച് നാളായി. ആണോ? ഓ, നിന്റെ നിറൊക്കെ അങ്ങ് പോയി. സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല മോനെ. ആരോഗ്യം, മനസ്സമാധാനം, അതാണ് പ്രധാനം. ഓ, വരുമ്പോ എന്തെല്ലാം അസുഖങ്ങളായിരുന്നു. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എന്ന് വേണ്ട സകല ഭണ്ഡാരങ്ങളും ഉണ്ടായിരുന്നു. ഒക്കെ കത്തിച്ച് കളഞ്ഞില്ലേ? മരുന്നുമില്ല, മന്ത്രവുമില്ല. ആ അമേരിക്കയിലെ നല്ല ഒന്നാന്തരം ജോലിയും കളഞ്ഞ് നീ ഇവിടെ ട്രാക്ടർ ഓടിച്ച് നടന്നു. എന്നാലും കൃഷിയോണ്ടൊക്കെ ഇന്നത്തെ കാലത്ത്. ഒരു കൃഷിക്കാരന്റെ മകനായ നീ തന്നെ ഇത് പറയണം. എടാ, 3 പശുക്കളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് അന്തസ്സായിട്ട് ജീവിക്കാൻ. ഓ, പിന്നെ കൃഷി പോലെ ഇത്ര സുന്ദരമായൊരു ജോലിയുണ്ടോ? ഇത്തിരി കറക്കും, ദേഹത്ത് ഇത്തിരി മണ്ണും പറ്റും. എന്നാലെന്താ, വിഷമില്ലാത്ത നല്ല ഭക്ഷണം കഴിക്കാം, നല്ല ആരോഗ്യവും. രവി, നീ ആളാകെ മാറിപ്പോയിട്ടോ. നിന്റെ അച്ഛനാ ഗുരു. ആ, കൊള്ളാം. രാജ്യമായ രാജ്യം മുഴുവൻ കറങ്ങി അവസാനം പറ്റിയ ആളുടെ കയ്യിലാ നീ വന്നുപെട്ടത്. നിനക്ക് വേറെ പണിയില്ല. അത് നിനക്ക് നിന്റെ അച്ഛനെ നന്നായിട്ട് അറിയാത്തോണ്ടാ. നീ എന്താ വിചാരിച്ചത്? മൂപ്പരൊരു തുക്കട കൃഷിക്കാരനാണെന്നോ? പുള്ളിക്കാരനൊരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്.